മരത്തിൽ നിന്ന് വീണ് നട്ടലൊടിഞ്ഞ 10 വർഷമായി കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് പത്തനംതിട്ട വടക്കുംപുറം സ്വദേശി PS ജയൻ. പരസഹായമില്ലാതെ തിരിഞ്ഞു കിടക്കാൻ പോലും പറ്റാത്ത ജയൻ സ്വന്തമായൊരു വീടിനായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. തെങ്ങിൽ കയറിയ സമയം ഓല വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റാണ് ജയൻ താഴെ വീഴുന്നത്. വീഴ്ചയിൽ നട്ടലിന് ഗുരുതരമായ പരുക്കേറ്റു. കോട്ടയം മെഡിക്കൽ കോളേജിൽ മാസങ്ങളോളം വിവിധ ചികിത്സകൾ നടത്തി. ജീവൻ രക്ഷപ്പെട്ടു. പക്ഷേ അരയ്ക്ക് കീഴ്പോട്ടുള്ള ചലനം പൂർണ്ണമായും നഷ്ടമായി. കഴിഞ്ഞ 10 വർഷമായി ജയൻ്റെ ജീവിതം ഈ കിടക്കയിൽ മാത്രമാണ്. 10 വർഷമായി കാണുന്ന കാഴ്ചകൾ ഈ വാതിലിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നത് മാത്രമാണ്. അരയ്ക്ക് താപ്പോട്ട് നടുവിൻ്റെ ബോൾ പൊടിഞ്ഞു പോയി, നട്ടെല്ലാം ഒടിഞ്ഞു മാറി. അപ്പം ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ നടുവിൻ്റെ ഒരു താപ്പോട്ടുള്ള നരമ്പ് കിട്ടിയിട്ടില്ലാണെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കോട്ടയത്ത്. അപ്പം ശരിയാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100% ശരിയാവില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ. ഒരാളുടെ സഹായമില്ലാതെ തിരിയാനോ പിരിയാനോ ഒന്നും പറ്റില്ല. മൂത്രം പോകുന്നതോ മലം പോകുന്നതോ ഒന്നും അറിയില്ല. എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഒരാളുടെ സഹായം വേണം. പരസഹായമില്ലാതെ തിരിഞ്ഞു കിടക്കാൻ പോലും സാധിക്കില്ല. മലവും മൂത്രവും പോകുന്നത് അറിയില്ല. 9-10 വയസ്സ് പ്രായമുള്ള 2 കുട്ടികളും ഭാര്യയുമുണ്ട്. അമ്മയുടെയും സഹോദരൻ്റെയും കൂടെയാണ് ജയനും കുടുംബവും താമസിക്കുന്നത്. സ്വന്തമായൊരു വീട് വെച്ച് മാറണമെന്നാണ് ജയൻ്റെ ഏക ആഗ്രഹം. എനിക്കൊരു വീട് വെക്കണമെന്ന് ആഗ്രഹം. എനിക്ക് 2 കൊച്ചു പിള്ളേരല്ലേ, പിള്ളേർക്ക് കയറി കിടക്കാൻ വേണ്ടി. പിന്നെ അതിനകത്ത് കയറി കിടന്നിട്ട് എനിക്ക് മരിക്കണമെന്നുള്ളൊരാഗ്രഹം. പുതിയൊരു വീട്ടിൽ കിടന്നിട്ട് എനിക്ക് മരിക്കണമെന്ന് ആഗ്രഹം. എല്ലാവരോടും കൂടി എനിക്കൊരു വീട് വെച്ചാൽ എന്നൊരു വലിയ ഉപകാരമായിരുന്നു. നല്ലവരായ എല്ലാവരോടും കൂടി വെച്ചിട്ട് വീട് വെച്ച് നല്ല ഉപകാരമായിരുന്നു. വീടിനായി ജനപ്രതിനിധികളെ പലവട്ടം സമീപിച്ചിട്ടും ഫലമുണ്ടായില്ല. മക്കളെ കൂട്ടി താമസിക്കാൻ സ്വന്തമായൊരു വീടിനായി സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ജയൻ. ജനം, പത്തനംതിട്ട.